ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ചുകൂടെ അൺബോക്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റിലോട്ട് പോവാം. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റാണ്. എന്താണെന്ന് എനിക്കും അറിയില്ല, നോക്കാം. ഓക്കെ, ഇത് ഇലക്ട്രിക് ബ്രഷ് ആണ് കേട്ടോ. 80N ആണ് ഇലക്ട്രിക് ബ്രഷ് വരുന്നത്. അപ്പം ഈ പ്രാവശ്യം ഞാൻ കുറച്ച് ഓറൽ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ്. അപ്പം ഇതിനകത്ത് വരുന്നത്, ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഈ ഒരു ട്യൂബുണ്ട്, പിന്നെ 2 ബ്രഷ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു ചാർജർ ഉണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ ചില വീഡിയോസിൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ റിവ്യൂ ആയിട്ട് പറയുന്നു. മറ്റേ നമ്മൾ ഡവിൻ്റെ ബോഡി സ്ക്രബൊക്കെ പറഞ്ഞില്ല, അതുപോലെ ഏതെങ്കിലും വീഡിയോക്കകത്ത് ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നമ്മളുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു, ഓറൽ കെയർ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പെർഫോറയുടെ ഹിമാലയൻ റോക്ക് സാൾട്ട് ടീത്ത് വൈറ്റനിങ് പൗഡറാണ്. സോ ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഗ്ലാസ് പാക്കേജിങ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. പിന്നെ ഈ ടൂത്ത് ബ്രഷൊക്കെ 6 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്തുകൂടാ. നമ്മൾ 3-4 കൊല്ലം യൂസ് ചെയ്താലും മാറ്റത്തില്ല. ഓക്കെ, അപ്പം ഇത് വരുന്നതെന്ന് പറയുന്നത് 50 grams ആണിത്. അപ്പം പെർഫോറയുടെ എന്താ സത്യം പറഞ്ഞാൽ ഉൾക്കരി എന്നൊക്കെ പറയാം കേട്ടോ. മിൻറ്റ് ഉണ്ട്, എൻ്റെ മെയിൻ ഫ്ലേവറാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത്. ഒരു ഫ്ലേവേർഡ് സാധനമാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, ഇത് വൈറ്റനിങ് സൊല്യൂഷനാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇത് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പം നമ്മളുടെ തേർഡ് പ്രൊഡക്റ്റ് നോക്കാം. തേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ സംഭവം. ബയോഫ്രഷിൻ്റെ പ്യോർ ഹെർബൽ അരോമ ബദാം ഹണി. ഇതാണ് പ്രോഡക്റ്റ്. ഇത് ഭയങ്കര ലാഭത്തിന് കിട്ടിയ സംഭവമാണ് കേട്ടോ. ഇത് ഈ 200 സംതിങ് ഒക്കെ ഉണ്ടേ ഉള്ളൂ. 800 ml ഉണ്ട്. അപ്പം എന്താണ് 200 സംതിങ് മാത്രമേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഫേസിലേക്ക് വേണ്ടിയിട്ടല്ല, ബോഡിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബ്രാൻഡാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അത്രയ്ക്ക് വിലക്കുറവിലാണ് ഈ സംഭവം കിട്ടിയത്. ഇതാണ് സീൽഡാണ് കേട്ടോ സംഭവം. അടിപൊളി പാക്കേജിങ്. സാധാരണ ബോഡി ക്രീംസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണത്തില്ല, ഡയറക്റ്റ് പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. ഇത് ഇങ്ങനൊരു നല്ല മണം വരുന്നു കേട്ടോ, അടിപൊളി മണം. ഇതുണ്ട്. ഇതിനകത്ത് വേറെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് കണ്ടോ, നല്ല മണം. കറൻ്റ്ലി നല്ല മണമുണ്ട്. അത് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണ് അങ്ങനെയുള്ള കേസസ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ആമസോണിൽ നിന്നുള്ളൊരു പർച്ചേസ് ആണേ. ഇത് സംഭവം എന്താണെന്ന് എനിക്കറിയാം. ഇത് നമ്മളുടെ ബ്ലൂബെറിയിലെ കോട്ടൺ പാൻറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് ഏരിയസിലെ ബാഡ് ഓർഡേഴ്സ് റിമൂവ് ചെയ്യുന്നത്. അതായത് അത് കുറേ പേർക്ക് ഭയങ്കര ഇഷ്യൂസ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ പാൻറ്റീസ് യൂസ് ചെയ്താൽ മതി. ഞാൻ കോട്ടൺ പാൻറ്റീസാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് റേറ്റ് ഉണ്ടാവും, എക്സ്പെൻസീവ് ആയിരിക്കും കമ്പയർഡ് ടു നമ്മൾ നോർമൽ പാൻറ്റീസിനെ കാട്ടി. പക്ഷേ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പ്ലംബറി ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്, ഞാൻ കുറേ വർഷം കൊണ്ട് യൂസ് ചെയ്യുന്ന പ്ലംബറിയാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ നല്ലൊരു സംഭവമാണ്. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ദേഗ പ്യുവർ ഹാൻഡിക്രാഫ്റ്റഡ് ആൻഡ് നാച്ചുറൽ സ്കിൻ കെയർ. ആ ബ്രാൻഡിൻ്റെ ഇത് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഫുഡ് ബട്ടർ, അതായത് നമ്മളുടെ കാലിൽ ഇത് ഞാൻ ഹാൻഡിലും യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളുടെ കാലിൽ
എന്താ പറയുന്നത്, ഒരു ടാൻ അടിച്ചിട്ടായാലും അതുപോലെ എന്താ നമ്മളുടെ ഈ ചപ്പൽസ് ഒക്കെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കാല് നന്നായിട്ട് പൊട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് വേറെ ക്രീമോ ഓയിൽമെൻറ്റോ ഒന്നും ഇടാറില്ല. അപ്പം അങ്ങനെയുള്ള മുറിവിനെയും പാടിനെയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ്. ഞാൻ വേറെ എവരുടെ തന്നെ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ വേറെ ഏതെങ്കിലും വീഡിയോയുടെ സൈഡിൽ നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോകാം. വന്നിട്ട് നെക്സ്റ്റ് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ച 2 പ്രോഡക്റ്റാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡിനറിയുടെ പീലിംഗ് സൊല്യൂഷൻ. സാധാരണ ഇത് ഫേസിലാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇത് എനിക്ക് ഹാൻഡിലും ലെഗിലും യൂസ് ചെയ്യാനാണ്. അതായത് എൻ്റെ കൈയും കാലും നല്ല ടാൻഡാണ്. നമ്മൾ ഞാൻ ടൂ വീലർ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഗ്ലൗസും കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, സൺസ്ക്രീൻ തയ്ക്കാറില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ കൈയും കാലും നന്നായിട്ട് ടാൻഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പീലിംഗ് സൊല്യൂഷൻ. അതുപോലെ ഇത് പീലിംഗ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെഡ്, നല്ല ബ്ലഡ് പോലെ ഇരിക്കും റെഡ്. നെക്സ്റ്റ് അതുപോലെ തന്നെ ഇത് എവരുടെ സാധനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫ്രാഗ്രൻസ് ഫ്രീ ആയിരിക്കും ഒരു സാധനം. അപ്പോൾ എനിക്ക് എല്ലാം യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം മണമില്ലല്ലോ അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. പക്ഷേ ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള നല്ല ഒരു ബോഡി വാഷാണിത്. അപ്പം ഇത് നമ്മൾ സാധാരണ ബോഡി സ്ക്രബ് പോകില്ലേ, അത് ചെറിയൊരു സ്ക്രബ് എഫക്റ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ കണ്ട വീഡിയോസിനകത്തൊക്കെ അങ്ങനെ ആണ്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂസിലൊന്നും ഇല്ല, നമുക്ക് കുറച്ച് ദിവസം, അതായത് എന്തായാലും ഈ ഒരു ലോഷൻ്റെ പാതി വരെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം. വെറുതെ ഞാനിത് പറഞ്ഞാൽ വെറുതെ ആണല്ലോ. അപ്പോൾ എന്തായാലും യൂസ് ചെയ്തിട്ട് അത് ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രം പറയാം കേട്ടോ. ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു റൂം ഫ്രഷ്നറാണ്. ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പൈസ വില കുറയും എന്നൊക്കെ വിചാരിച്ചു. ബട്ട് 619, അതായത് അബൌട്ട് 700 റുപ്പീസ്. അതിൽ കുറഞ്ഞിട്ട് ഇത് ഞാൻ ഏത് ഡീലിലും കണ്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ അത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഫ്രഷ്നറാണ്. നമുക്ക് അറിയാമല്ലോ, ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ സ്റ്റെപ്സ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്സ് ഇവിടെ നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഇതുള്ളത്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ. ഇതിനകത്ത് ഈ ഒരു ബോട്ടിൽ ഉണ്ടാവും. അതായത് ഈ ഒരു ബോട്ടിൽ ഇതിനകത്ത് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ ഒരു ബോട്ടിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് എംപ്റ്റി ആകുമ്പോൾ നമുക്ക് അടുത്ത ബോട്ടിൽ വാങ്ങിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റാണ് റീയൂസബിൾ പാഡാണ്. അപ്പം ഇതും ഞാൻ പറഞ്ഞോളാം, ആ ബാഡ് ഓഡേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ബാഡ് ഓഡേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ പറ്റി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൻ്റെ യൂസും എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ വാഷ് ചെയ്യണമെന്നൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഡക്ട്സ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഞാൻ മറ്റേ വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫിലോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടായിട്ട് പറയാം. അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് അന്നത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതും ഇതും കൂടെ വെച്ചിട്ട് റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ